നമസ്കാരം. ഞാൻ ഡോക്ടർ ശബരിഗിരി ഷാർ. ഞാൻ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സ്പൈൻ സർജൻ ആൻഡ് ഓർത്തോപെഡിക് സർജനാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് വളരെ സാധാരണമായി കാണുന്ന ലംബാർ ഡിസ്ക് പ്രൊലാപ്സ് എന്ന അസുഖത്തെക്കുറിച്ചാണ്. ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആക്ച്വലി നമുക്ക് വളരെ വേണ്ടപ്പെട്ട, നമുക്ക് വളരെയധികം ഉപയോഗമുള്ള ഒരു ടിഷ്യൂ ആണത്. അത് നമ്മുടെ നട്ടലിലെ കശേരുക്കൾക്കിടയിലുള്ള ഒരു ഷോക്ക് അബ്സോർബറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഇതാണ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ. അതിന് ആക്ച്വലി ഒരു കട്ടിയുള്ള ഒരു ആവരണമുണ്ട്. അതിനകത്ത് ജെല്ലി പോലത്തെ ഉള്ള ഒരു മെറ്റീരിയലുണ്ട്. ആ മെറ്റീരിയലാണ് നമ്മൾ ഷോക്ക് അബ്സോർബർ ഫങ്ഷൻ നടത്തുന്നത്. ഈ ഡിസ്കിൻ്റെ തേയ്മാനം നമ്മൾ സാധാരണ കാണുന്നത് ഒരു 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും കാണുന്നത്. നമ്മൾ അധികം എക്സസൈസ് ചെയ്യാതിരിക്കുക, കൂടുതൽ നേരം ഇരുന്നുകൊണ്ടുള്ള ജോലി, അമിതവണ്ണം മുതലായ കാര്യങ്ങളാണ് ഈ ഡിസ്ക് തേയ്മാനത്തിൻ്റെ പ്രധാന കാരണം. പിന്നെ ജനിതകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്പോർട്സ് ഇഞ്ചുറീസ്, അങ്ങനെയുള്ള ഇഞ്ചുറീസ് കാരണമൊക്കെ നമുക്കിത് വരാം. അപ്പോൾ ഈ ഡിസ്ക് തേയ്മാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ജെല്ലി പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിലെ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞാണ് ഈ ഡിസ്കിന് തേയ്മാനം സംഭവിക്കുന്നത്. ഇതിന് ഒരിക്കൽ തേയ്മാനം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിസ്ക് മെറ്റീരിയലിന് നമ്മുടെ ബോഡി വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുന്ന ഡിസ്ക് മെറ്റീരിയലിൽ പെട്ടെന്നുണ്ടാകുന്ന ലോഡുകൾ, അതായത് നമ്മളൊരു വെയിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് തിരിയോ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കവറിങ് കീറുകയും അതിലൂടെ ഈ അകത്തുള്ള ജെല്ലി പോലത്തെ മെറ്റീരിയൽ പുറത്തോട്ട് വരികയും ചെയ്യും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അത് സാധാരണ നമുക്ക് അത് ഉണ്ടാകുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അത് നടുവേദനയായിട്ട് അനുഭവപ്പെടും. പെട്ടെന്ന് വെയിറ്റ് എടുക്കുമ്പോഴോ കുനിഞ്ഞിട്ട് എണീക്കുമ്പോഴോ ഒക്കെ ഉളുക്കിയത് പോലെയുള്ള നടുവേദനയായിട്ടായിരിക്കും അത് തുടങ്ങുക. ഒരു 2-3 ദിവസത്തെ നടുവേദനയ്ക്ക് ശേഷം അത് സാധാരണഗതിയിൽ കാലിലോട്ടുള്ള വേദന, കാലിൽ ശക്തിക്കുറവ്, മൂത്രതടസ്സം മുതലായ ബുദ്ധിമുട്ടുകൾ, പലതരം ബുദ്ധിമുട്ടുകളായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാം. കാലിൽ തരിപ്പ് മുതലായ പല ബുദ്ധിമുട്ടുകളായിട്ട് അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും രോഗികൾ അതിന് വേണ്ട ചെറിയ പെയിൻ കില്ലേഴ്സ് കഴിക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പരിധിവരെ ഇതിൽ അവർക്ക് സുഖം കിട്ടുകയും ബാക്കി ജോലി ചെയ്യാൻ പറ്റുകയും ചെയ്യും. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കാണുകയും ഡോക്ടറിന് ഇനിഷ്യലി അത് നമ്മൾ രോഗിയെ പരിശോധിച്ചതിന് ശേഷം, അതായത് കാലിലോട്ടുള്ള വേദന, കാല് പൊക്കുമ്പോഴുള്ള കാലിലോട്ടുള്ള വേദന, നടുവിൻ്റെ അനക്കം, നടുവിലുള്ള തൊടുമ്പോഴുള്ള വേദന, ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മളത് ഡിസ്ക് പ്രൊലാപ്സ് ആണെന്നുള്ളൊരു ഡയഗ്നോസ് എത്തുകയും ഈ പെയിൻ കില്ലേഴ്സ്, റെസ്റ്റ്, ഫിസിയോതെറാപ്പി, അതായത് ഈ ചൂട് പിടിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 80% എപ്പിസോഡ്സ് ഓഫ് ഡിസ്ക് പ്രൊലാപ്സും നമുക്ക് കൺസർവേറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സപ്പോസ് അത് ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ഈ വേദന കുറയുന്നില്ല, കാലിലെ വേദന കൂടി വരികയാണ്, കാലിൽ ശക്തിക്കുറവ് കൂടി വരികയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് യൂഷ്വലി ചെയ്യുക എന്ന് പറഞ്ഞാൽ നട്ടലിലെ ആ ഞരമ്പ്, കാലിലോട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ ഒരു എപ്പിഡ്യൂറൽ സ്റ്റിറോയിഡ്, അതായത് ഒരു സ്റ്റിറോയിഡും ലോക്കൽ അനസ്തെറ്റിക്കും എല്ലാം കൂടെയുള്ള ഒരു മിശ്രിതം അവിടെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യും. അത് പ്രധാനമായിട്ടും അവിടെയുള്ള നീർക്കെട്ട് കുറയ്ക്കുകയും തന്മൂലം ആ വേദന കുറയ്ക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം. അത് ചെയ്ത് കഴിഞ്ഞ് ഈ വേദന കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ്, അതായത് വെയിറ്റ് റിഡക്ഷൻ, ബാക്കിലെ മസിൽസിനെ ശക്തിപ്പെടുത്തേണ്ട എക്സസൈസ്, ഇതെല്ലാം നമ്മൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അത് റെഗുലറായിട്ട് ലോങ് ടേം ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിധി വരെ നമുക്ക് ഈ തേയ്മാനം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. 10% ആൾക്കാർക്ക് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും ഈ വേദന കുറയാതിരിക്കും. ചിലവർക്ക് ആദ്യം തന്നെ വളരെയധികം ശക്തി കുറവ്, അത് പാദം തീരെ പൊക്കാൻ പറ്റുക, ഫുഡ് ഡ്രോപ്പ് എന്ന് പറയും, തീരെ പൊക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ വലിയ മസിൽസിന്, ഹിപ്പിലെ മസിൽസ്, മുട്ടിൻ്റെ മസിൽസിനൊക്കെ ശക്തി കുറവ് വരിക, മൂത്രതടസ്സം വരിക, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് സർജറിയാണ് ചെയ്യേണ്ടത്. സർജറിക്ക് മുമ്പായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു എക്സ്റേ എടുക്കും, കുനിഞ്ഞു നിന്നിട്ടുള്ള എക്സ്റേ എടുക്കും, എല്ല് തമ്മിൽ അനക്കമുണ്ടോ എന്നറിയാൻ വേണ്ടി. പിന്നെ MRI എടുക്കും, എവിടെയാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ് വന്നതെന്നറിയാൻ, ആ ഡിസ്ക് പ്രൊലാപ്സ് ഏത് ഞരമ്പിനെയാണ് ബാധിക്കുന്നതെന്നറിയാൻ. ഇതെല്ലാം നമ്മൾ MRI എടുത്ത് അത് കൺഫേം ചെയ്തതിന് ശേഷമാണ് സർജറിയിലേക്ക് പോവുക. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ സർജറി എന്ന് പറഞ്ഞാൽ വളരെ കീ ഹോളായിട്ടുള്ള സർജറിയാണ്. ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച്, മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ
കാണുന്ന വസ്തുക്കളെ വളരെ വലുതാക്കി കാണുക, അതിൻ്റെ ഇലുമിനേഷൻ വളരെയധികം, അതായത് വെളിച്ചം വളരെയധികം കൂട്ടാൻ സഹായിക്കുന്ന വസ്തു ഉപയോഗിച്ച് ചെറിയ ഇൻസിഷനിലൂടെ, അതായത് സൈഡിലുള്ള മസിലിന് ബാക്കിയുള്ള എല്ലിനൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഈ തള്ളി വന്നിരിക്കുന്ന ഡിസ്കിൻ്റെ ഭാഗം, അതായത് ഞരമ്പിൽ പ്രസ് ചെയ്തിരിക്കുന്ന ഡിസ്കിൻ്റെ ഭാഗത്തെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇത് സർജറി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമ്മൾ ലംബാർ മൈക്രോഡിസ്കെക്ടമി എന്ന് പറയും. ഇത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യാം. രണ്ടും ഏകദേശം ഒരേ റിസൾട്ട്സാണ് തരുന്നത്. പിന്നെ ചിലവർക്ക് എല്ലുകൾ തമ്മിൽ അനക്കം വരികയാണെങ്കിൽ, അതായത് ഈ തേയ്മാനം കാരണം എല്ല് മുമ്പോട്ട് വരിക അല്ലെങ്കിൽ പുറകോട്ട് വരിക, കുനിഞ്ഞിട്ട് നൂന്നിട്ടുള്ള എക്സ്റേയിൽ എല്ല് അനങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്ലിപ്പ് ഉപയോഗിച്ച് ആ രണ്ട് എല്ലിനെയും കൂട്ടി യോജിപ്പിക്കാനും ചെയ്യേണ്ടി വരും. അത് വളരെ അപൂർവമായി വരാറുള്ളൂ. സാധാരണ ലംബാർ മൈക്രോഡിസ്കെക്ടമി എന്ന് പറഞ്ഞ ഒരു സർജറി കൊണ്ട് ഇതിനെ വളരെയധികം സുഖപ്പെടുത്താൻ കഴിയും. ഈ സർജറി കഴിഞ്ഞാൽ സാധാരണ 1-2 ദിവസം, ഒരു ദിവസം ആശുപത്രിയിൽ കിടക്കണം. അത് കഴിഞ്ഞിട്ട് വീട്ടിനകത്ത് കംപ്ലീറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നമുക്ക് വേണ്ട ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്യാം. എന്നാൽ കുനിഞ്ഞിട്ടുള്ള ജോലികളൊക്കെ ഒരു മാസത്തേക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ നടുവിൻ്റെ എക്സസൈസ് റീസ്റ്റാർട്ട് ചെയ്യും. ആ റീഹാബിലിറ്റേഷൻ പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും ആ ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാറും. പിന്നെ റെഗുലറായിട്ട് ജീവിതകാലം പറ്റുന്നത്രയും നമ്മൾ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ വേറെ ഡിസ്കിന് കുഴപ്പം വരാതിരിക്കാൻ, അടുത്തുള്ള ഡിസ്കുകളിൽ തേയ്മാനം വരാതിരിക്കാനൊക്കെ എക്സസൈസ് ചെയ്ത് നടുവിന് വെയിറ്റ് പരിമിതി നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തി മസിൽസ് സ്ട്രെങ്തൻ ചെയ്ത് വേണം അത് മുന്നോട്ട് പോകാൻ. ഇതാണ് റുട്ടീനായിട്ട് ലംബാർ ഡിസ്കിനുള്ള നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. ഈ രോഗത്തെക്കുറിച്ചും രോഗചികിത്സയെക്കുറിച്ചും ആധികാരികമായിട്ടുള്ള അറിവ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.